എടാ മഹാവൃത്തിയാണ്. എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തിനാ വെറുതെ അവനെ ഇട്ടടിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ? മിണ്ടി പോകരുത് നീ. ഞാൻ എന്താ ഈ കാണുന്നേ? എന്നോട് ക്ഷമിക്കണം മരുമോനെ. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾക്കെല്ലാം കാരണം ഇവരൊറ്റ ഒരുത്തനാണ്. ഇവളും അതിന് കൂട്ടു നിൽക്കുക. അന്ന് അമുതയുടെ ഹാപ്സാരി തീ വെച്ചതായി മത്സരത്തിൽ ചക്രത്തിന്റെ ആണി ഊരി വിട്ടും ആ കുറ്റങ്ങൾ പത്മിനിയുടെ തലയെ കെട്ടിവെച്ചതും എല്ലാത്തിനും ഇവനാണ് കാരണം. അതുമാത്രമല്ല, ചിന്നൻ മരിച്ചതിന് അരവിന്ദനാണ് കാരണമെന്ന് ചന്ദ്രുവിനോട് പറഞ്ഞതും അവനെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റിയതും ഈ നാറിയാണ്. അതെ, ഞാൻ അവനെ വിടുന്നു പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്താ? നിങ്ങളും വേണമെങ്കിൽ അവനെ പോലെ വിടുന്ന് ഞമ്മിക്കൊണ്ടിരുന്നോ? എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ വരട്ടെ. വിടമ്മേ. നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയാ, അവളുടെ കഴുത്തി താലി വീഴണമെന്നുണ്ടെങ്കിൽ അതെന്റെ കൈ കൊണ്ടായിരിക്കും. പറയുന്നേ കേക്ക്. അരവിന്ദ് വേണ്ട, പറയുന്നേ കേക്കാൻ. അവൻ ചത്തുപോകും. പോടാ, ഇവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചാകാതെ പോടാ. നോക്കി നിൽക്കാതെ പോടാ. പോടാ, എന്നെ വിട്. അമതേ, അവൻ എന്തെങ്കിലും പറയുന്ന കേട്ടോണ്ട് നീ എന്തിനാ കരയുന്നത്? ഞാനില്ലേ ഇവിടെ. ചന്ദ്രു എവിടെ പോയാലും ഞാൻ അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. വേണ്ട ചേട്ടാ, ചേട്ടൻ അവനെ തേടി പോകണ്ട. അവൻ വരില്ല. എന്തുകൊണ്ട് വരില്ല? ഇവിടെ നടന്ന സത്യമല്ല അറിയുമ്പോ അവൻ തീർച്ചയായിട്ടും ഇവിടേക്ക് വരും. അമതേ, വേണ്ട ചേട്ടാ, അവൻ പഴയ ചന്ദ്രു അല്ല. ചേട്ടനെ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയവനല്ലേ. ഇനി എനിക്കും ആവശ്യമില്ല. അമതേ, അങ്ങനെയൊന്നും പറയരുത്. വേറെ ആരവനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നീ ഒരിക്കലും അങ്ങനെ പറയരുത്. നീ അവന്റെ കൂടെ വേണം ജീവിക്കാൻ. കരയാതെ അമതേ. നിന്റെ ആഗ്രഹം പോലെ അവനെ നിന്നിൽ ഏൽപ്പിക്കേണ്ടത് നിന്റെ ഈ ചേട്ടന്റെ അവകാശം തന്നെയാ. എടാ, എനിക്ക് എന്ത് ശിക്ഷ വേണേലും തന്നോ, ഞാനത് സ്വീകരിച്ചോളാം. നീ എൻ്റെ കൂടെ നാട്ടിലേക്ക് വരണം ചന്ദ്രു. ചന്ദ്രു, തെറ്റ് ചെയ്തത് ഞാനാ. അതുകൊണ്ട് എൻ്റെ അനിയത്തിയോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അവൾ നിന്നെ ഓർത്ത് ഓരോ ദിവസം കരഞ്ഞോണ്ടിരിക്കുക. ദയവേത് വരൂ ചന്ദ്രു. എടാ എടാ ചന്ദ്രു, ചന്ദ്രു വിടാന്. നീ ഇല്ലാതെ ഞാൻ തിരിച്ചിവിടേക്ക് വരില്ല എന്ന് അമുദിയോട് പറഞ്ഞിട്ടാ വന്നേ. നിന്നെ കൊണ്ട് ഞാൻ പോകൂ. ചന്ദ്രു, 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 നീ എന്റെ കൂടെ വരണം. വരില്ല, ഞാൻ വരത്തില്ലടാ. ചന്ദ്രു, അരവിന്ദ, അരവിന്ദ, ചന്ദ്രു, എടാ എടാ വിടരുത്. ചന്ദ്രു, എടാ വിടരുത്. കയറി വാടാ. കഴിയുന്നില്ലടാ, എന്നെ വിട്ടേക്ക്. ചന്ദ്രു, 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 എടാ വിടരുത്. ചന്ദ്രു, ചന്ദ്രു, അരവിന്ദ,
നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയായിരുന്നടാ. വാ പോകാം. അവൻ വന്നെന്നോ? അതെ ചേട്ടാ, ചന്ദ്രു ട്രെയിനിൽ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടതാ. 5 വർഷം. 5 വർഷമാടാ. ഈ 5 വർഷത്തിന് ശേഷം അവൻ എൻ്റെ ജീവിതത്തിൽ കുറുകെ വരുവാണെങ്കിൽ പത്മിനി, എവിടെ അമ്മ അരവിന്ദന്റെ മോൻ? നിന്റെ പേരെന്താ? ചന്ദ്രു. വാ മോനെ. നമ്മുടെ അരവിന്ദൻ ഇരിക്കുന്ന സ്ഥലം കാണണ്ടേ? വാ. അന്നിവനെ ആ കൊക്കേന്ന് ശവം പോലെ ആ പൊക്കിയെടുത്തോണ്ട് വന്ന് പിന്നെ ആ ജീവനുണ്ടെന്ന് മനസ്സിലായേ. അതിനുശേഷം ഞങ്ങൾ പോകാത്ത ക്ഷേത്രങ്ങളില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല. പക്ഷെ ഇവന്റെ ഓർമ്മ മാത്രം തിരിച്ചു കിട്ടിയിട്ടില്ലടാ. അരവിന്ദ, ഞാനാടാ നിന്റെ ചന്ദ്രു. നോക്കടാ, നിന്റെ ചന്ദ്രുവാടാ വന്നത്. ഒന്ന് നോക്കടാ എന്നെ അരവിന്ദ. ചന്ദ്രു, നിങ്ങളുടെ കയ്യിലേക്ക് ഇവളെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഇവളെ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. നിന്റെ കഴുത്തി താലി വീഴണമെങ്കിൽ അത് എന്റെ കൈ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഇവന്റെ കൂടെ ചേർത്ത് വെക്കുവാണോ? എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ തിരിച്ചു വന്നേ? ഞങ്ങളുടെ അരവിന്ദൻ ഈ ഗതിയിലായതിന് നീ ഒറ്റയെടുത്തിനാണ് കാരണം. ഇനി നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല. നിന്നെ വേണ്ട, ചന്ദ്രൻ ഒന്നും ചെയ്യരുത്. അയ്യോ വേണ്ട.
കൊല്ലട്ടെ. നമ്മുടെ അരവിന്ദൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എന്തിനു ജീവനോട് ഇരിക്കണം? എന്നെ കൊല്ലടാ. വിടടാ. എന്നെ കൊല്ല്. എന്താണെന്ന് നോക്കണ്ട. വാടാ ഇങ്ങോട്ട്. എന്നെ വിടാനല്ലേ പറഞ്ഞത്? വിടന്നെ. എല്ലാവരും വണ്ടി കൊണ്ടുപോടാ. അവളെ വിടടാ. എന്നെ അടിക്കടാ. വിടടാ അവളെ. ചന്ദ്രനൊന്നും ചെയ്യണ്ട, അവനെ വിട്. ചന്ദ്രു, ചന്ദ്രു, നോക്കുന്നേ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ അടിക്കാണ്. എഴുന്നേൽക്കുന്നേ, എഴുന്നേൽക്കുന്നേ, പ്ലീസ് എഴുന്നേൽക്കാൻ പറഞ്ഞില്ലേ? ചേട്ടാ, ചേട്ടാ നോക്ക് ചേട്ടാ, ചേട്ടന്റെ ഫ്രണ്ടിനെ അടിക്കുന്നത് നോക്ക്, നോക്ക് ചേട്ടാ. അവനെ വിടാൻ. വിടടാ. ചേട്ടാ, എഴുന്നേൽക്ക് ചേട്ടാ, എഴുന്നേൽക്കുന്നേ. അരവിന്ദ. അരവിന്ദ. അരവിന്ദ.
അമ്മേ